ിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ആയാവൂർ കരിയാത്തൻ ക്ഷേത്രം. അതിൻ്റെ വലിപ്പം കൊണ്ടല്ല, അതിൻ്റെ ആ ഒരു സ്വാഭാവികമായ ഉത്സവ രീതികൾ, ജനങ്ങളുടെ പങ്കാളിത്തം, അതുകൊണ്ടാണ് ആയാവൂർ ക്ഷേത്രം പ്രസിദ്ധമാകുന്നത്. അതുപോലെ തന്നെയാണ് ആയാവൂർ പൂരകെട്ടോടെയാണ് ജനങ്ങളതിനെ കാണുന്നത്. ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും യാതൊരു വേതനവും വാങ്ങാതെ ഓലയും പുല്ലും ഒക്കെ സൗജന്യമായി കൊടുത്തുകൊണ്ട് വളരെ നേരത്തെ മണിക്കൂറുകളുടെ അധ്വാനത്തിലൂടെ കടുത്ത വെയിലത്താണ് ഈ പുര കെട്ടിമേയുന്നത്. വളരെ വലിയ ഒരു കാഴ്ച തന്നെയാണിത്. ഇതിൽ പുതുതലമുറക്കാരനായിട്ടുള്ള അപ്പൂസ് എൻ്റെ കൂടെയുണ്ട്. അപ്പൂസ്, എങ്ങനെയാണ് ഈ പുരകെട്ട് അനുഭവപ്പെട്ടത്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുര കെട്ടുന്നത് കാണുന്നത്. അച്ഛനാണ് എൻ്റെ കൂടെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പുര കെട്ടുന്നുണ്ടെന്ന്. ഞാൻ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ള ആയാവിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ളത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ അച്ഛനാണ് എൻ്റെ കൂടെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പുര കെട്ടുന്നതെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം ഞാൻ അതിശയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഇത് കണ്ടതുകൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് ഏറ്റവും നല്ലൊരു ദിവസമാണ്. എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഇത് കണ്ടതുകൊണ്ട് തന്നെയാണെന്ന് അറിയില്ല, ഇന്ന് എനിക്ക് ഏറ്റവും നല്ലൊരു ദിവസത്തിൻ്റെ തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണ രീതികൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ വ്യത്യസ്തമായിട്ട് ഒരു ഭക്ഷണമാണ് കണ്ടിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലാവില കൊണ്ട് കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതൊക്കെ ചക്കയും കഞ്ഞി ഇഷ്ടപ്പെട്ടോ? ഓ, അല്ല, പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും അന്യമായ ഒരു ഭക്ഷണ രീതിയാണ് ഇവിടെ ഉള്ളത്. ചക്കയും കഞ്ഞിയും, അതുപോലെ തന്നെ ചക്കയൊക്കെ ഇവിടെ ആളുകൾ കൊണ്ടു കൊടുക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള ആളുകൾ അവരുടെ വകയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ചക്കയാണ് പ്രസാദമായിട്ടിവിടെ എല്ലാവരും നൽകുന്നത്. കഞ്ഞിയുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ട്. ഇവിടുത്തെ ഉത്സവം വരുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. വളരെ വലിയ ഒരു ജനക്കൂട്ടം ഈ ഉത്സവത്തിനിവിടെ എത്തിച്ചേരും.